രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ഓഫീസിൽ ഇപ്പോൾ എത്തിയിരിക്കുകയാണ്. ഇന്ന് രാഹുൽ മണ്ഡലത്തിൽ വീണ്ടും എത്തിയ കാര്യം 24 ആണ് രാവിലെ പുറം ലോകത്തെ അറിയിച്ചത്. തൊട്ടു പിന്നാലെ അദ്ദേഹം ചില നേതാക്കളുടെ വീട്ടിലേക്ക് പോകുന്നു. പൊതുപരിപാടികളല്ലാതെ സൗഹൃദ സന്ദർശനങ്ങൾ നടത്തുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ MLA ഓഫീസിൽ എത്തിയിരിക്കുന്നത്. അവിടെ സൗഹൃദം പങ്കുവെക്കുകയാണ്. പാർട്ടി പ്രവർത്തകരുണ്ട്. സാങ്കേതികമായി ഇപ്പോൾ കോൺഗ്രസിനകത്തല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ, സസ്പെൻഷനിലാണ്. UDFന്റെ പാർലമെന്ററി പാർട്ടിയിലും അദ്ദേഹം ഇല്ല. പക്ഷേ അദ്ദേഹം ഇപ്പോൾ പാലക്കാട് മണ്ഡലത്തിൽ എത്തിയിട്ടുണ്ട്. 38 ദിവസത്തെ ഇടവേള ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. അകത്തെ അദ്ദേഹത്തെ രാവിലെ മുതൽ തന്നെ KSU പ്രവർത്തകർ ഉൾപ്പെടെ അനുഗമിക്കുന്നുണ്ട്. ഇപ്പോൾ മണ്ഡലത്തിൽ എത്തിയ രാഹുൽ MLA ഓഫീസിൽ അവിടെ എത്തി പ്രവർത്തകരുമായി സൗഹൃദം പങ്കിടുന്നു. തൻ്റെ ഓഫീസിനകത്ത് തൻ്റെ സീറ്റിൽ അദ്ദേഹം ഇരിപ്പുറപ്പിക്കുന്നു. മാധ്യമങ്ങൾ അവിടെ കാത്തു നിൽക്കുന്നുണ്ട്. എന്താണ് അദ്ദേഹം പറയാൻ പോകുന്നത് എന്നത് അറിയേണ്ടതുണ്ട്. പൊതുപരിപാടികളിൽ പങ്കെടുത്താൽ തടയുമെന്നുള്ള BJPയുടെ മുന്നറിയിപ്പ് അത് രാവിലെ വന്നതാണ്, ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. രാവിലെ പ്രതിഷേധങ്ങൾ നമ്മൾ കണ്ടു, പക്ഷേ ഇപ്പോഴില്ല. വൈകിട്ടാകുമ്പോഴേക്കും രാഹുൽ MLA ഓഫീസിലേക്ക് എത്തുന്നുണ്ട്. രാഹുൽ MLA അല്ലേ, അതുകൊണ്ട് മണ്ഡലത്തിലെത്താൻ തടസ്സമില്ല എന്നതാണ് കോൺഗ്രസിന്റെ നിലപാട്. DCC അധ്യക്ഷൻ A തങ്കപ്പൻ അത് വ്യക്തമാക്കിയതുമാണ് രാവിലെ. പാർട്ടി പ്രവർത്തകർ രാഹുലിനെ കാണുന്നതിൽ എന്താണ് ഒരു കുഴപ്പവുമില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അത് സൗഹൃദ ഇടപെടലുകൾ എന്ന രീതിയിലാണ് അദ്ദേഹം രാവിലെ വിശദീകരിച്ചതും. ഇപ്പോൾ നമ്മൾ കോൺഗ്രസ് പ്രവർത്തകരെ ദൃശ്യങ്ങളിൽ കാണുന്നുണ്ട്. യൂത്ത് കോൺഗ്രസിൻ്റെയും KSUവിൻ്റെയും ഒക്കെ നേതാക്കൾ രാഹുലിനൊപ്പമുണ്ട്. അവിടെ MLA ഓഫീസിൽ തൻ്റെ ചുമതലകൾ നിർവഹിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. ഇപ്പോൾ പൊതുപരിപാടികൾ സംബന്ധിച്ച് MLA ഓഫീസിൽ നിന്ന് അറിയിക്കും എന്ന് രാഹുൽ പറഞ്ഞിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.